ശ്രീജിത്ത, ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ അതിൽ അതൃപ്തി അറിയിക്കുന്നവരുടെ എല്ലാം ഒരു പ്രതികരണം ഇതാണ്. അതായത് സ്വാഭാവികമാണ്, ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ചില സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി കാണുകയും അവരോട് മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. അത്തരത്തിൽ പോസ്റ്ററുകൾ അടക്കം അടിച്ചവർ, ബാനറുകൾ തയ്യാറാക്കിയവർ, അങ്ങനെയൊക്കെ ഉള്ളവരുടെ ഒരു നിരയാണിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് അവരെ അതൃപ്തരാക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഉറപ്പ് നൽകിയിരുന്നില്ല എങ്കിൽ ജോസഫ് വാഴക്കനെ പോലെയുള്ള നേതാക്കൾ, അല്ലെങ്കിൽ ദീപ്തി മേരി വർഗീസിനെ പോലെയുള്ളവർ, നേരത്തെ എൽദോസ് കുന്നപ്പള്ളിയെ പോലെയുള്ളവർ ഇങ്ങനെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമായിരുന്നു എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇതിപ്പോൾ കോട്ടയത്തും വലിയ തോതിലുള്ള അതൃപ്തിയാണല്ലോ. പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളെ ഒന്നടങ്കം തഴഞ്ഞു എന്നുള്ളതാണല്ലോ ആക്ഷേപം. അഭിലാഷ, ഇത് നേതൃത്വത്തിന് അങ്ങനെ ഒരു വീഴ്ച പറ്റിയെന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഏറ്റുമാനൂരിൻ്റെ കാര്യത്തിൽ ഉണ്ടായത് അത് തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ദീപ്തി മേരി വർഗീസിൻ്റെ കാര്യത്തിൽ നമുക്ക് ജോസഫ് വാഴക്കനുമായി ഇപ്പോൾ താരതമ്യം ചെയ്യാൻ കഴിയില്ല. കാരണം ദീപ്തിക്കുമായി മത്സരിക്കാൻ, ആ സീറ്റ് നേടിയെടുക്കാൻ മറ്റു പലരുമുണ്ട്. കോട്ടയത്ത് ആദ്യ പട്ടിക വന്നപ്പോൾ തന്നെ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നത് നാട്ടകം സുരേഷ് കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിക്കും എന്നുള്ളതായിരുന്നു. വാഴക്കന് ഏറ്റുമാനൂർ സീറ്റ് എന്ന് ഉറപ്പും കൊടുത്തു. അതുകൊണ്ടാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഏതാണ്ട് 1500ഓളം ഫ്ലെക്സ് ബോർഡുകൾ ആദ്യം തന്നെ പുറത്തിറക്കാൻ തീരുമാനിച്ചിരുന്നു. അതായത് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് സീറ്റ് ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ് വാഴക്കൻ്റെ പേര് നൽകിയത്. നമുക്കറിയാം, ജോസഫ് വാഴക്കൻ എന്നത് രമേശ് ചെന്നിത്തലയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഗ്രൂപ്പിനോട് വളരെ അതിന് ഏറ്റവും പ്രധാന കുന്തമുനയായി നിൽക്കുന്ന നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജോസഫ് വാഴക്കനെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വം അങ്ങനൊരു നിലപാട് പറയുമ്പോൾ അത് അവിശ്വസിക്കേണ്ട കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ചില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അത്രയധികം പ്രവർത്തനവുമായി ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ അടിച്ചുകൊണ്ടുള്ള കളത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിഷമം ആ നിലയിൽ പോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചും അവിടെ മത്സരിക്കുന്ന നാട്ടകം സുരേഷിനെ സംബന്ധിച്ചും ഒരാശ്വാസമുള്ളത് സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിക്കുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിലുള്ള വിമത സ്വരവും ജോസഫ് വാഴക്കൻ ഉന്നയിച്ചില്ല. അദ്ദേഹത്തിൻ്റെ സങ്കടം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. ഈ പാർട്ടിക്ക് വേണ്ടിയും ഒക്കെ തന്നെ നിൽക്കും എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പാണ്, നമുക്കറിയാം, ഇത്തരം അസ്വാരസ്യങ്ങൾ പല പ്രതിസന്ധിയും മുന്നണികൾക്കുണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ജോസഫ് വാഴക്കൻ്റെ മാത്രമാണ് പരസ്യമായി പ്രതികരിച്ചത്. അതിനപ്പുറത്തേക്ക് ഒരു ഡസൻ നേതാക്കൾ പല സീറ്റുകളിൽ കണ്ണുവെച്ചവർ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അലൂഷ്യസ് സേവ്യറിൻ്റെ കാര്യം ഇന്നലെ പൂഞ്ഞാറുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നതാണ്. ടോമി കല്ലാനിയാണ് പൂഞ്ഞാറുമായി ബന്ധപ്പെട്ട ആഗ്രഹിച്ചിരുന്ന മറ്റൊരാൾ. അദ്ദേഹം നിരാശനാണ്. ഇപ്പുറത്ത് കാഞ്ഞിരപ്പള്ളിക്ക് വേണ്ടി ജിജി അഞ്ചാനി കാത്തിരുന്നു. അദ്ദേഹം എല്ലാം മടുത്തു എന്ന നിലയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അങ്ങനെ കോൺഗ്രസിൽ നിരാശരുടെ എണ്ണം കൂടുതലാണ്. കോൺഗ്രസിൽ മാത്രമല്ല, UDF-ൽ കഴിഞ്ഞ തവണ ചങ്ങനാശ്ശേരിയിൽ ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച വിജയലാലി, അദ്ദേഹം 6000 വോട്ടിനാണ് അന്ന് പരാജയപ്പെട്ടത്. ഇത്തവണ അദ്ദേഹം ഈ സമരരംഗത്തൊക്കെ ശക്തമായിരുന്നു.